ടാൻജന്റ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. നേരെ നോക്കിയിരുന്നോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി ഇവിടെ മിഡ് പോയിന്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. സോ ലിസൺ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. റെഡി അല്ലേ? നേരെ നോക്കിക്കോളൂ. റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സർക്കിൾ. അപ്പൊ ഞാൻ 1 എന്ന് എഴുതി. നിങ്ങൾ 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 1 എന്ന് എഴുതിയതാണ്. ഇത് 2 രണ്ടാമത്തെ സർക്കിൾ. ഞാൻ എന്ത് ചെയ്താലും അതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് 1, 2 എന്ന് എഴുതണ്ട. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് 1, 2 എന്ന് എഴുതിയത്. നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 1, 2 എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഈ ഡി എന്ന ഔട്ട്സൈഡിൽ നിന്ന് വരക്കുന്ന ഒരു ടാൻജന്റ് ആണ് ഡി എ. ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത ടാൻജന്റ് ഏതാ? ഒന്നാമത്തെ സർക്കിളിലേക്ക് വരക്കുന്ന അടുത്ത ടാൻജന്റ് ഏതാണ്? ഡി സി. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം ഡി എ എന്നതും ഡി സി എന്നതും എന്താണ്? ഈക്വൽ ആണ്. കാരണം രണ്ട് ടാൻജന്റുകൾ ഈക്വൽ ആണ്. ക്ലിയർ ആണോ? രണ്ട് ടാൻജന്റുകൾ ഈക്വൽ ആണ്. ക്ലിയർ ആണോ? യെസ്. ഒന്നാമത്തെ ഇക്വേഷൻ എഴുതിയത് മനസ്സിലായോ? ഇല്ലേ? രണ്ടാമത് ഈ രണ്ടാമത്തെ സർക്കിളിൽ ഡി ബിയും ഡി സിയും ഈക്വലാ. ഒന്ന് എഴുതിക്കാം. ഡി ബിയും ഡി സിയും ഈക്വലാ. ഈ രണ്ടെണ്ണം ഈക്വൽ ആണോ അല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും ഡി സി ഈക്വൽ അല്ലേ? ഡി സി കാരണം മുകളില് ഡി സി, താഴെന്താ? ഡി സി ഈക്വൽ ആണെങ്കിൽ ഡി എ ഡി ബി എന്താ? ഡി എ ഡി ബി റൈറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓട്ടോമാറ്റിക്കലി എന്താണ്? ഈക്വൽ. അവിടെ അറിയാത്തവരെ എഴുതി വെച്ചോളൂ. റൈറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. റൈറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഡി എയും ഡി ബിയും ഈക്വൽ ആണ് എന്ന് കിട്ടും. നേരെ നോക്കിയിരുന്നോളൂ. ഡി എ ഡി ബി ഈക്വൽ എന്ന് പറഞ്ഞാലേ ഇത് 5 ആണെങ്കിൽ ഇത് എത്ര? ഇത് 10 ആണ്. ഇത് എത്ര? ഇത് തേങ്ങയാണ്. ഇത് എത്ര? അതിനർത്ഥം എന്താ? മിഡ് പോയിന്റ് ആണ്. രണ്ട് സാധനങ്ങൾ ഈക്വൽ ആണെങ്കിൽ അത് മിഡ് പോയിന്റ് ആണ് എന്നല്ലേ മീനിങ്? അല്ലേ? സോ therefore D is the midpoint of AB. Therefore D is the midpoint of AB. D is മനസ്സിലായില്ലല്ലോ? ഫോർ എക്സാമ്പിൾ ഇതൊരു വര. ഇതിന്റെ ഇവിടെ എ ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഇതും ഈക്വൽ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. ഞാനിത് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി കറക്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡി എന്നത് മിഡ് പോയിന്റ് ആണെന്ന് മനസ്സിലായി. ഇതുവരെ 5 ഇതുവരെ 5 ആണെങ്കിൽ അത് മിഡ് പോയിന്റ് ആയിരിക്കും. രണ്ടും ഈക്വൽ ആണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. യെസ്. ബി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ബി ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ അല്ലേ? റിപ്പീറ്റ് ചെയ്യണോ? യെസ്. ബി ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താ? അതെങ്ങനെ രണ്ടും എക്സ് ആയത്? ഐസോസിലസ് ആണ്. ഈ ട്രയാങ്കിൾ ഐസോസിലസ് ആണ്. രണ്ട് സൈഡ് ഈക്വൽ അല്ലേ? അല്ലേ? മറ്റേ രണ്ട് ട്രയാങ്കിളിൽ എന്തൊക്കെ വരിക? ഒന്ന് എക്സ് ആണെങ്കിൽ പിന്നെ എന്താ നമ്മൾ എടുക്കാറ്? വൈ എക്സ് എക്സ്. എങ്ങനെ എക്സ് എക്സ് എടുത്ത്? ഐസോസിലസ്. ഇവിടെ ഒരു ഐസോസിലസ് ഉണ്ട്, ഇവിടെ ഒരു ഐസോസിലസ് ഉണ്ട്. എക്സ് വൈ. നിങ്ങൾക്കറിയാം ഇതെല്ലാം ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് ഒരു ട്രയാങ്കിളിൽ എല്ലാ ആംഗിളും ആഡ് ചെയ്താൽ എത്ര ഡിഗ്രിയാണ്? 180. എക്സ് ആഡ് ചെയ്താൽ എത്ര? 2x. വൈയും ആഡ് ചെയ്താൽ എത്ര? 2y. എല്ലാം കൂടി ആഡ് ചെയ്താൽ 180 ആണെന്ന് എങ്ങനെ കിട്ടി? എല്ലാം കൂടി ആഡ് ചെയ്താൽ 180 ആണെന്ന് എങ്ങനെ കിട്ടി? ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾസിന്റെ സം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് 180 ആയിരിക്കും. സോ ഇതെന്താ? നിങ്ങൾക്ക് എക്സും വൈയും കാണാൻ അറിയാം. ഇതിൽ ആരാണ് കോമൺ? സോ വി ക്യാൻ ടേക്ക് ഔട്ട്സൈഡ്. 2 കോമൺ. സോ വി ക്യാൻ ടേക്ക് ഔട്ട്സൈഡ്. x plus y is equal to 180. നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കുക.
എക്സ് പ്ലസ് വൈ എങ്ങനെ കാണുക? ആ ഇൻറ്റു ടു അങ്ങോട്ട് പോകുമ്പോ എന്ത് വരും? ഇൻറ്റു ടു അങ്ങോട്ട് പോകുമ്പോ എന്ത് വരും? ഇൻറ്റു ടു അങ്ങോട്ട് വരുമ്പോ എന്ത് വരും? ഡിവൈഡ്. സോ 180/2. What is 180/2? 180/2 എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല 90. ഈ എക്സും വൈയും ആഡ് ചെയ്തപ്പോ 90 കിട്ടി. അതുകൊണ്ട് എ സി ബി എത്ര ഡിഗ്രിയാ? എക്സും വൈയും ആഡ് ചെയ്ത 90 ആണെങ്കിൽ എ സി ബി എത്ര ഡിഗ്രിയാണ്? എ സി ബി എത്ര ഡിഗ്രിയാണ്? ഇത് രണ്ടും ആഡ് ചെയ്ത 90 ആണ്. എ സി ബി എത്ര ഡിഗ്രിയാണ്? 90. എ സി ബി എന്നുള്ളത് 90 ആണ്. ഇത് വെരി സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. എക്സാമിന് ചോദിക്കുന്ന വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. നിങ്ങൾ റഫ് ബുക്ക് എടുക്കുക, ഈ പിക്ചർ വരച്ചു നോക്കുക, സ്വന്തം ചെയ്യുക.